ഒരു അടിപൊളി ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇതാണ് ആ ഡ്രിങ്ക്. ഇതൊരു ഡീറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കാണ്. അതുപോലെ യൂറിക് ആസിഡ് ഉള്ളവർക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. 1 മന്ത് കണ്ടിന്യൂസ്ലി കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡിനെ നമുക്ക് ഭക്ഷണത്തിലൂടെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് കക്കിരിയാണ്. കക്കിരിയിൽ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൈജഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ബോഡിയുടെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. നമ്മുടെ തൊലിക്കും മുടിക്കും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ ബോഡിയിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ബോഡിയുടെ ഒരു ഡീറ്റോക്സിഫിക്കേഷനായിട്ടും നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്യുക്കുംബർ. പിമ്പിൾസ്, സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. ബോഡിയുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ബോഡിയിലൊരു ഡീറ്റോക്സിഫിക്കേഷനായിട്ടും വർക്ക് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യാത്ത ഉപ്പാണ് റോക്ക് സാൾട്ട്. ഇതിൽ കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹന പ്രവർത്തനത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ശരീരത്തിലെ ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ മുടിക്ക് വേണ്ടിയിട്ടും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ റോക്ക് സാൾട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ മസിലുകൾക്ക് വളരെ സപ്പോർട്ടീവാണ്. ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. യൂറിക് ആസിഡ് ഉള്ളവർ ഇങ്ങനെ കുടിക്കുക. അതല്ലാതെ ബോഡിയുടെ ഒരു ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഉപ്പിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ടും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം.